തോമാച്ചാ, നീ ഇവിടെ നടക്കുന്ന വല്ല അറിയുന്നുണ്ടോടാ? അങ്ങനെ തമാശയായിട്ട് കാണേണ്ട കാര്യമല്ല. ക്യൂബ നമുക്ക് എല്ലാവർക്കും വലിയ ആവേശം നൽകുന്ന ഇടമാണല്ലോ. പിന്നെ ഇവിടെ കേരളമുണ്ട്. കേരളമാണ് നമ്പർ 1 കമ്മ്യൂണിസ്റ്റ് കേരള എന്നൊക്കെ പറഞ്ഞ് തള്ളി മറിക്കാം. എന്റെ പൊന്നോ, എന്തൊരു തള്ളാണോ! തള്ളി തള്ളി മുല്ലപ്പെരിയാർ വരെ പൊട്ടിപ്പോ. ക്യൂബൻ കാഴ്ചകളിലേക്ക് സ്വാഗതം. ഇടയ്ക്കിടയ്ക്കൊക്കെ നമ്മുടെ സഹാക്കൾക്ക് കുരുപൊട്ടാനുള്ള സാധ്യതയുള്ള കാര്യങ്ങൾ കണ്ടേക്കാം. കാരണം കാണാതിരിക്കാൻ പറ്റില്ല ഇവിടെ നമ്മൾ നടക്കുമ്പോൾ. അപ്പോൾ എല്ലാ സഹാക്കളും ക്ഷമിക്കണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് അപ്പൊ പോവാല്ലേ? ഓക്കെ. എൻ്റെ 133ാമത്തെ രാജ്യത്ത് നിൽക്കുകയാണ്. അത് മധുര മനോഹര മനോജ്ഞ ക്യൂബയാണ്. ക്യൂബയിലെ ടൂറിസം എല്ലാവർക്കും അറിയാം, വളരെ ഫേമസ് ആണ്. ക്യൂബ എന്ന് പറയുമ്പോൾ മലയാളികൾക്ക്, പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിൽ ഇടതുപക്ഷം സജീവമായതുകൊണ്ട് തന്നെ എല്ലാവർക്കും വളരെ ഇഷ്ടമുള്ള ഒരു രാജ്യമാണ്. ഇഷ്ടമുണ്ടെന്ന് മാത്രമല്ല, നമ്മൾ ഏറ്റവും അധികം പിന്തുടരുന്ന ഒരു രാജ്യമാണ് ക്യൂബയും. അതുപോലെ തന്നെ ക്യൂബയിലെ പഴയ നേതാവായിരുന്ന ഫിഡൽ കാസ്ട്രോയും എല്ലാം തന്നെ. ഫിദലിന്റെയും ചെയുടെയും ക്യൂബയിലേക്ക് പോവുക, അത് സ്വപ്ന സാഫല്യമാണ്. വേണ്ട മോളെ, ചായം ബജ്ജൊന്നും ഇപ്പൊ വേണ്ട. എന്താടാ അവള് പറഞ്ഞത്? സത്യത്തിൽ ഈ ഭ്രാന്തിയാണ് സാർ. ക്യൂബയിലെ ഏറ്റവും ഭംഗിയുള്ള ഒരു ബീച്ചിലാണ് ഞാൻ എത്തിയിരിക്കുന്നത്. സാന്തിയാഗോ ദി ക്യൂബയിലെ സഖാവ് ഫിദലിന്റെ ശവകുടീരത്തിൽ നിന്നൊരാളായി വിപ്ലവം ആരംഭിച്ചത് സാന്തിയാഗോ ദി ക്യൂബയിൽ നിന്നാണ്. നീ ഇത്രല്ലേ കണ്ടോളൂ, അങ്ങോട്ട് നോക്കിയേ. ലോകം അതിന്റെ ചരിത്രത്തിൽ നീ ഇപ്പോഴും ഇവിടെ ഉണ്ടോ? ഞാൻ ആവർത്തിച്ച് ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന വാക്കുകൾ അമർത്യ സെന്നിന്റെയാണ്. അൺയൂഷ്വൽ ആൻഡ് അൺപ്രസിഡന്റഡ്. അർത്ഥം എനിക്ക് അറിഞ്ഞൂടാ. നല്ല വെയിറ്റ് ഉള്ള വാക്കല്ലേ. ലോകമെമ്പാടും ലോക്ക്ഡൌൺ ആയി ഹോട്ട്സ്പോട്ടും റെഡ് സ്പോട്ടുമായി നമ്മളെല്ലാവരും വീടുകളിൽ നമ്മുടെ മുറികളിലേക്ക് സ്വയം ക്വാറന്റൈൻ ചെയ്യപ്പെടുന്ന ഈ മണിക്കൂറുകളിൽ ലോകത്തെവിടെ കോവിഡ് ഉണ്ടോ ആ കോവിഡ് ഉള്ള ലോകരാജ്യങ്ങളിലേക്ക് പടർന്നു പന്തലിക്കുന്ന ഒരൊറ്റ രാജ്യമേ ഉള്ളൂ. ആ രാജ്യത്തിന്റെ പേരാണ് ക്യൂബ. ബ്രെഡ് വാങ്ങിക്കാൻ ക്യൂ നിന്നിരുന്നൊരു കാലമുണ്ടല്ലോ സോവിയറ്റ് യൂണിയനിൽ. ഏതാണ്ട് ആ ഒരു രീതിയിലേക്കാണ് ഇപ്പോൾ ഇതും പൊക്കോണ്ടിരിക്കുന്നത്. ഇത്രയും നശിച്ച ഒരു രാജ്യത്ത് എന്തെങ്കിലുമൊക്കെ പുതിയ പദ്ധതികൾ കൊണ്ടുവന്ന് രക്ഷപ്പെടുത്താനുള്ള ശ്രമം വേണം. അതും ചെയ്യുന്നില്ല. ശരിയാ, ഇവൻ കേൾക്കൂല. ഓഹോ, ഇവനെ ഞാൻ കേൾപ്പിക്കും. ഓ, എന്നാ രക്ഷപ്പെട്ട്. ഇന്ന് നമ്മളെ ശിരസിന് മുകളിൽ ഉദിച്ചുയർന്ന ആകാശത്തിൽ അനന്തകോടി നക്ഷത്രങ്ങളിൽ ഒരു നക്ഷത്രം കുബേരയുടേതാണെങ്കിൽ മറ്റൊരു നക്ഷത്രം കാസ്ട്രോയുടേതാണെങ്കിൽ ലോകമെമ്പാടുമുള്ള മനുഷ്യത്വത്തെ ഹൃദയത്തിൽ ഏറ്റുവാങ്ങിയ മുഴുവൻ ആളുകൾക്കും രാഷ്ട്രീയത്തിന് അതീതമായി ആ 2 നക്ഷത്രങ്ങളോട് നമുക്ക് പറയാൻ കഴിയും. അയാൾ എന്താ പറയുന്നേ? എനിക്കറിയാം എന്തോ കാര്യമായിട്ട് പറയുന്നു. നിനക്കൊല്ലേ കേൾക്കാൻ പറ്റണ? അനന്തകോടി നക്ഷത്രങ്ങളിൽ ഒരു നക്ഷത്രം കുബേരയുടേതാണെങ്കിൽ മറ്റൊരു നക്ഷത്രം കാസ്ട്രോയുടേതാണെങ്കിൽ പിന്നൊരു നക്ഷത്രമുണ്ട്. ആ നക്ഷത്രം ഇവിടെയാണ്, നമ്മുടെ കൊച്ചു കേരളത്തിൽ പിണറായിയാണ് നക്ഷത്രം എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ജയിക്കണ്ണൻ ഇങ്ങനെ തള്ളു തുടർന്നുകൊണ്ടേ ഇരിക്കുകയാണ്. നിന്റെ തലയ്ക്ക് വല്ല അസുഖമുണ്ടോ? ഇല്ല. പിന്നെ എന്താ അതിന്റെ അർത്ഥം? നമ്മുടെ പിണറായി സഖാവിനെ പറയണ്ട, തള്ളി 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 മറിച്ച് ക്യൂബയിൽ നിന്ന് അത്ഭുത മരുന്ന് എത്തിച്ച്. മെഡിക്കൽ സ്റ്റോറിൽ ഒരു മരുന്ന് പോലും ഇല്ല എന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് ഇവരെല്ലാവരും പരമ്പരാഗത വൈദ്യത്തിലേക്ക് തിരിച്ചു പോവുകയാണ്. കമ്മ്യൂണിസ്റ്റ് ഭരണം കൊണ്ട് ക്യൂബ തൊലഞ്ഞു മുടിഞ്ഞ് പണ്ടാരമടങ്ങി ക്യൂബയിലെ ജനങ്ങൾ പിച്ച ചട്ടി എടുത്ത് തെണ്ടിക്കൊണ്ടിരിക്കുകയാണ് എന്ന റിപ്പോർട്ടുകളാണ് പല ഭാഗത്തുനിന്നും പുറത്തു വരുന്നത്. ലോകത്താകെ പോരാടുന്ന മനുഷ്യർക്ക് പ്രചോദനം നൽകുന്ന നാടാണല്ലോ അതിജീവനത്തിന്റെ പ്രതീകമായിട്ടുള്ള ക്യൂബ. എന്റെ കുഞ്ഞ തലയ്ക്ക് അസുഖമല്ലോ മിണ്ടായി. നിങ്ങൾ നോക്കുക, ലോകമെമ്പാടും ഇരുട്ടിലേക്ക് വലിച്ചെറിയപ്പെടുന്ന മണിക്കൂറുകളിൽ നിങ്ങൾ സൃഷ്ടിച്ച, നിങ്ങൾ മെനടെടുത്ത നിങ്ങളുടെ കൊച്ചു ക്യൂബ. ഇപ്പോഴത്തെ ക്യൂബ എന്ന് പറയുന്നത് ഏതാണ്ട് വല്ലാത്ത അവസ്ഥയിൽ കഴിയുന്ന ഒരു രാജ്യമാണ്. വിലപ്പെരുപ്പവും അതുപോലെ തന്നെ പട്ടിണി, ഇവിടെ അവശ്യ സാധനങ്ങളുടെ ലഭ്യതയില്ലായ്മ, അങ്ങനെയുള്ള പല പ്രശ്നങ്ങൾ കൊണ്ട് നട്ടം തിരികെയാണ് ഈ ഒരു രാജ്യം. ഇവിടെ ഇനി തൊലഞ്ചു പോകാനൊന്നും ഇല്ല. സോഷ്യലിസം എന്ന് പറയുന്നത് ഈ ഒരു പുതിയ കാലഘട്ടത്തിൽ പ്രായോഗികമല്ല എന്ന് വളരെ കൃത്യമായിട്ട് കാണിച്ചു തരുന്ന ഒരു രാജ്യം കൂടിയാണ് ഇപ്പോൾ ക്യൂബ എന്നാണ് പറയുന്നത്. സാറെന്നെ തെറ്റിദ്ധരിക്കുകയാണ്. അല്ലല്ലോ. ഞങ്ങൾ ഇന്നലെ ഇവിടെ ഇപ്പോൾ US നിന്നാണ് വന്നിറങ്ങിയപ്പോൾ എയർപോർട്ടിൽ 1.5 മണിക്കൂർ നമുക്ക് പെട്ടി കിട്ടാനെന്നുള്ളൊരു കാര്യമാണ്. വളരെ ചെറിയ പ്രാകൃതാവസ്ഥയിലുള്ള ഒരു എയർപോർട്ടാണ്. ആകെപ്പാട് ഒരു ഫ്ലൈറ്റ് മാത്രമാണ് അവിടെ വന്നിറങ്ങുന്നത് കണ്ടത്, നമ്മുടെ ഫ്ലൈറ്റ് മാത്രം. കമ്മ്യൂണിസം അതിന്റെ ഫുൾ ഫ്ലഡ്ജിൽ കൊടികുത്തി വാഴുന്ന നാടുകളിൽ ഏത് നാടാണ് ചെവും നിരപ്പും ഉള്ളത് എന്നുള്ളൊരു ചോദ്യം നമുക്ക് കൃത്യമായിട്ട് ചോദിക്കേണ്ടി വരും. അങ്ങനെ അവിടുത്തെ ചില കാഴ്ചകളൊക്കെ കണ്ട് നമ്മളൊരു സിം എടുത്തു. സിമ്മിന് $7 7 ദിവസത്തേക്ക് ചാർജ് ചെയ്തു. ആ നെറ്റ് ഉപയോഗിച്ച് ഒരു വളരെ ചെറിയ ഒരു എന്താ പറയുക, ഇൻസ്റ്റാഗ്രാം വീഡിയോ പോലും ഡൗൺലോഡ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ്. അത്രയും മോശം അവസ്ഥയിലാണ് ആ ഒരു കാർഡ് കിട്ടിയത്. പിന്നെ ഏറ്റവും രസകരമായ ഒരു കാര്യം വാഹനങ്ങളെന്നൊക്കെ പറയുന്നത് ഏറ്റവും പഴയ വാഹനങ്ങളാണ്. പുതിയ വാഹനങ്ങളൊന്നും വാങ്ങിക്കാൻ ഇവിടെ ആർക്കും പൈസ ഇല്ല. പഴയ അമേരിക്കൻ വാഹനങ്ങൾ, അതൊക്കെ നിങ്ങൾക്ക് പിൻഭാഗത്തോടെ പോകുന്നതാണ്. പഴയ അമേരിക്കൻ വാഹനങ്ങൾ അതാണ് ഇപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. എന്താ ഉറക്കം വരുന്നു. ഞാൻ ചോദിച്ചതിൻ്റെ സ്പെയർ പാർട്സ് ഒക്കെ എവിടെ നിന്ന് കിട്ടുമെന്ന് ചോദിച്ചപ്പോൾ നമ്മുടെ ഗൈഡ് പറഞ്ഞത് ഇവിടെ ഉള്ളത് മെക്കാനിക്കുകളല്ല, മാന്ത്രികന്മാരാണ്, മജീഷ്യൻസ് ആണെന്ന് പറഞ്ഞത്. അതായത് വാഹനങ്ങൾ എങ്ങനെയൊക്കെ അവർ നന്നാക്കി എടുക്കുന്നു, ഓടുന്നു.
അതിനുശേഷം ഞങ്ങൾ ഇവിടെ നിന്ന് വീണ്ടും വാഹനത്തിൽ കുറച്ച് ദൂരം സഞ്ചരിച്ചപ്പോഴാണ് മനസ്സിലാക്കുന്നത് ഒരു സ്ഥലത്തും വെളിച്ചമില്ല, കറണ്ടില്ല, പവർ കട്ടാണ്. 6-7 മണിക്കൂർ പവർ കട്ടാണ് ഒരു ദിവസം. അതുകൊണ്ട് തന്നെ സ്ട്രീറ്റ് ലൈറ്റ് ഇല്ല, ഒരു സ്ഥലത്തും ലൈറ്റില്ല. ആകെ ജനറേറ്ററുള്ള വീടുകളിലും ഹോട്ടലുകളിലും മാത്രമാണ് ലൈറ്റ് ഉള്ളത്. നീ വിശ്വസിക്കണ്ട, ഞങ്ങൾക്ക് വിശ്വാസം. അതിൻ്റെ പ്രശ്നം ഇവിടെ ഡീസലോ പെട്രോളോ ഇപ്പോൾ കിട്ടാനില്ല എന്നുള്ള കാര്യമാണ്. വെനിസ്വലയിൽ നിന്നാണ് വന്നിരുന്നത്, അതെന്തോ ഇഷ്യൂ ഉണ്ട്, അത് വരുന്നില്ല. അതുകൊണ്ട് പെട്രോൾ പമ്പുകളെല്ലാം അടച്ചു പൂട്ടിയിട്ടിരിക്കുന്നു. ആഹാ, ബ്യൂട്ടിഫുൾ. ഇതൊക്കെ എങ്ങനെ ഉണ്ടാക്കി എടുത്ത് എന്റെ കൂട്ടാ. ശവത്തേല് ബ്ലേഡ് വെച്ച് കീറില്ല എന്റെ നായരെ. ഒരു മെഡിക്കൽ ഷോപ്പിലും ഒരു മരുന്ന് പോലുമില്ല. ഹോസ്പിറ്റലിൽ ആൾ പോയാൽ മരിച്ചാൽ തിരിച്ചു കൊണ്ടുവരുമെന്നാണ് നമ്മുടെ ഗൈഡ് പറഞ്ഞത്. എന്നാൽ ഒരു കാര്യവും വെളിയിൽ പറയാനുള്ള സ്വാതന്ത്ര്യം ഇവർക്കില്ല. കാരണം ഇപ്പോഴും ഇതൊരു സോഷ്യലിസ്റ്റ് ഗവൺമെൻറ് ഭരിക്കുന്ന സ്ഥലമാണ്. എങ്ങാനും ഗവൺമെൻറ്റിനെതിരായിട്ട് സംസാരിക്കുകയാണെങ്കിൽ 30 വർഷം വരെ തടവ് കിട്ടാവുന്ന കുറ്റമാണ്. മീഡിയ എല്ലാം തന്നെ സ്റ്റേറ്റ് ഓൺഡ് ആണ്. അതുകൊണ്ട് തന്നെ ഒരു തരത്തിൽ നിങ്ങൾക്ക് മറ്റൊരു വിവരങ്ങളും അറിയാനുള്ള മാർഗമില്ല. കഷ്ടം. 27% ആൾക്കാർക്കും ഇപ്പോഴും വരുമാനം എന്ന് പറയുന്നത് ഒരു മാസം $20 നമ്മുടെ ഗൈഡിന് പോലും മാസ വരുമാനം $15 എന്ന് പറഞ്ഞാൽ അയാൾ തന്നെ പറയുന്നത് 3 പിസ വാങ്ങിച്ച് കഴിച്ചാൽ തീരും ശമ്പളം, അത്രയ്ക്കേ ഉള്ളൂ എന്നുള്ളതാണ്. പിന്നെ അതുപോലെ തന്നെ ഈ പറഞ്ഞതിനൊക്കെ കൂടുതൽ കറണ്ട് ചാർജ് ആകുന്നുണ്ട് വീട്ടിലെന്നും പറയുന്നു. അങ്ങനെ എല്ലാ തരത്തിലും ദുസ്സഹമായ ജീവിതമാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത്. ഈ രാജ്യത്തിൻ്റെ ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ 1959 വരെ ഒരു ക്യാപിറ്റലിസ്റ്റ് രാജ്യമായിരുന്നു. പിന്നീടാണ് ഒരു മാർക്സിസ്റ്റ് അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ് വരുന്നത്, അതായത് ഫിഡൽ കാസ്ട്രോയുടെ നേതൃത്വത്തിൽ. ഇപ്പോൾ നമ്മുടെ ഗൈഡ് പറയായിരുന്നു ക്യാപിറ്റലിസ്റ്റ് കാലമായിരുന്നു നല്ലതെന്ന് അദ്ദേഹത്തിൻ്റെ ഇപ്പോഴും ജീവിച്ചിരിക്കുന്ന അച്ഛനൊക്കെ പറയുന്നുണ്ടെന്നുള്ള കാര്യമാണ്. നീ ഇവിടെ വന്നിറങ്ങിയത് മുതലാണ് എന്റെ ദുരിതം തുടങ്ങിയത്. എന്തായാലും കാലഘട്ടത്തിനനുസരിച്ചുള്ള മാറ്റം ഏതൊരു പ്രത്യയശാസ്ത്രത്തിലും വേണം എന്നുള്ളത് തെളിയിക്കുന്ന ഒരു രാജ്യമാണിത്. ഇല്ലെങ്കിൽ നശിച്ചു പോകുന്നുള്ളതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് നമുക്ക് ക്യൂബയെ കണ്ടുപിടിക്കാം. സോഷ്യലിസം എന്ന് പറയുന്നത് ഈ ഒരു പുതിയ കാലഘട്ടത്തിൽ പ്രായോഗികമല്ല എന്ന് വളരെ കൃത്യമായിട്ട് കാണിച്ചു തരുന്ന ഒരു രാജ്യം കൂടിയാണ് ഇപ്പോൾ ക്യൂബ എന്നാണ് പറയേണ്ടത്. എന്തായാലും പണ്ട് സ്പെയിൻ ഭരിച്ചുകൊണ്ട് തന്നെ ഒരു സ്പാനിഷ് കൾച്ചർ ഇവിടെയുണ്ട്. സ്പാനിഷാണ് ഇവിടുത്തെ ലാംഗ്വേജും. തന്നെ ആ കാലത്തെ ബിൽഡിങ്സൊക്കെ അതിമനോഹരമാണ്, അതെല്ലാം ഇവിടെ ഉണ്ട്. പക്ഷേ അതിലൊരു പകുതിയും ഇപ്പോൾ തകർന്ന് വീണ് കഴിഞ്ഞു. കാരണം നന്നാക്കാനൊന്നും ജനത്തിന് പൈസ ഇല്ല. നമ്മൾ എന്താണ് നന്നാക്കാത്ത ചോദിച്ചപ്പോൾ അങ്ങനെ ചോദിച്ചപ്പോൾ ആഹാരം കഴിക്കണോ അതോ നന്നാക്കണോ, അതാണ് നമ്മുടെ ഒരു മുന്നിലെ പ്രശ്നം എന്ന് പറഞ്ഞു. എന്റെ കയ്യിൽ പൈസ ഇല്ല, ഒരു മാറ്റവും ഇല്ലല്ലോ. അപ്പോൾ ഇതാണ് ക്യൂബയുടെ തലസ്ഥാനമായ ഹവാനയുടെ കാഴ്ചകൾ. എവിടെ നോക്കിയാലും പഴയ വാഹനങ്ങൾ, പഴയ കെട്ടിടങ്ങളിൽ കുറേയൊക്കെ നിലം ഒത്തായിരിക്കുന്നതാണ്. ഇപ്പം മുന്നിൽ കാണുന്ന കെട്ടിടങ്ങൾ കണ്ടാൽ എല്ലാം പഴയ സ്പാനിഷ് കാലത്തെയാണ്. പക്ഷെ എല്ലാം നശിച്ച അവസ്ഥയിലാണ് ഇപ്പോഴും നിൽക്കുന്നത്. മെയിൻറ്റെയിൻ ചെയ്യാൻ അവർക്ക് പറ്റുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം. നമ്മളായിട്ട് ക്യൂബയെ കൊച്ചാക്കി സംസാരിക്കരുത്. ഒരു രാജ്യത്തിന്റെ വളർച്ച നിശ്ചയിക്കുന്നത് അവിടുത്തെ വലിയ കെട്ടിടങ്ങളാണെന്ന് ഫിഡൽ കാസ്ട്രോ എവിടെയും പറഞ്ഞിട്ടില്ല. നമ്മളിപ്പോൾ ചെറിയ സ്ട്രീറ്റുകളിലൂടെയൊക്കെ പോവുകയാണ്, ക്യൂബൻ സ്ട്രീറ്റുകൾ. ഇവിടെ മുഴുവൻ നിങ്ങൾക്ക് മാലിന്യങ്ങൾ കാണാം. അപ്പോൾ നമ്മുടെ ഗൈഡ് പറയുന്നത് ഇവിടുത്തെ ഭരണകൂടത്തോടുള്ള ജനങ്ങളൊരു പ്രതിഷേധമാണ് ഇപ്പോൾ ഈ മാലിന്യങ്ങൾ എങ്ങനെ ഇടുന്നതെന്നുള്ളതാണ്. ഞാനെന്തിനു നുണ പറയണം? എങ്ങനെയെങ്കിലും ഇവിടുത്തെ സോഷ്യൽ സർക്കാർ താഴെ പോകണമെന്ന് മാത്രമേ ഇപ്പോൾ അവർക്ക് ആഗ്രഹമുള്ളൂ. അതായത് ക്യാപിറ്റലിസ്റ്റ് സർക്കാർ തിരികെ വരണമെന്നാണ് ആഗ്രഹിക്കുന്നത്. പക്ഷേ അങ്ങനെ പറയുന്നവരെ അപ്പം തന്നെ കാണാതാകുന്നു. അവർ 30 വർഷത്തോളമൊക്കെ ജയിലിൽ കഴിയുന്നു. അതുകൊണ്ട് യാതൊരു സ്വാതന്ത്ര്യവും അവർക്ക് അത്തരം കാര്യങ്ങളിൽ ഇല്ല. എന്തൊരാളുകളാ ഭഗവാനായത്. 1959 തൊട്ട് കമ്മ്യൂണിസ്റ്റ് സർക്കാർ ഭരിച്ചതിൻ്റെ ഫലമാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. രാവിലെ ഭക്ഷണം വാങ്ങിക്കാൻ വേണ്ടി, റേഷൻ കിട്ടുന്ന ഭക്ഷണം വാങ്ങിക്കാൻ വേണ്ടി ആളുകൾ ക്യൂ ആയിട്ട് നിൽക്കുന്നത്. ഇപ്പം നമ്മുടെ ഗൈഡ് യുവതിയോട് നമ്മുടെ നാട്ടിലും ഒരു കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ് ആണെന്ന് പറഞ്ഞപ്പം വാട്ട് എ ഡിസാസ്റ്റർ എന്ന് പറഞ്ഞു. നമ്മുടെ മെയിൻ ഗൈഡിനോട് ഞാൻ പറഞ്ഞു നമ്മളെ ഭരിക്കുന്നത് ഒരു കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ്റാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഐ എം സോ സോറി ഫോർ ദാറ്റ് എന്നാണ്. അത്രയ്ക്ക് മോശം അഭിപ്രായമാണ് എന്നെ പറ്റി. അത്രയ്ക്ക് മോശമല്ല, എന്നാലും വളരെ മോശം അഭിപ്രായമാണ്. ഇന്നലെ നമ്മൾ വരുന്ന അമേരിക്കയിൽ നിന്ന് ഫ്ലൈറ്റ് നിറച്ച് ഇവിടത്തേക്ക് ആൾക്കാർക്കുള്ള ഭക്ഷണവും മറ്റുമായിട്ട് വരുന്ന അമേരിക്കക്കാരായിരുന്നു, ചില സന്നദ്ധ സംഘടനകളും മറ്റും. ആ രീതിയിലേക്കാണ് ഇപ്പോൾ ഈ ഒരു രാജ്യത്തെ ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് സർക്കാർ അധപ്പതിപ്പിച്ചിരിക്കുന്നത് എന്നാണ് പറയേണ്ടത്. കഷ്ടം തന്നെ. അവിടെ നോക്കിയാലും ദാരിദ്ര്യത്തിൻ്റെ ചിഹ്നങ്ങൾ മാത്രമേ ഉള്ളൂ. എന്തല്ലേ വെറുതെ വളരെ കാലം ബംഗാൾ ഭരിച്ച ജ്യോതി ബസു എങ്ങനെയാണോ ബംഗാളിനെ നശിപ്പിച്ചത്, എല്ലാവരും ജോലി തേടി കേരളത്തിലേക്ക് വരുന്ന അറിയാമല്ലോ, എന്ന് പറഞ്ഞ പോലെ തന്നെ ഈ ഒരു സർക്കാർ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അതങ്ങനെ വരൂ, അതങ്ങനെ സംഭവിക്കൂ. അതിൽ നമ്മുടെ നാട്ടിലെ കമ്മ്യൂണിസ്റ്റ് സർക്കാർ അത്ര മോശമെന്ന് പറയാനല്ല, അത്തരം കാര്യങ്ങളിൽ. കാരണം നമുക്ക് ബോധമുണ്ട് ജനങ്ങൾക്ക്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള വലിയ അക്രമങ്ങളൊന്നും നമ്മൾ സമ്മതിച്ചു കൊടുക്കില്ല. തളരരുത് രാമൻകുട്ടി,
തളരരുത്. അപ്പോൾ ഞങ്ങൾ ചോദിച്ചു ജനങ്ങൾ എന്തുകൊണ്ടാണ് പ്രതികരിക്കാത്തത്. അപ്പം അദ്ദേഹം പറഞ്ഞു നമ്മുടെ നാട്ടിലെ പാവപ്പെട്ട അണികളെ പറഞ്ഞു പറ്റിക്കുന്ന പോലെ തന്നെയാണ് ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് സർക്കാരും. വിപ്ലവം പറയുന്നു, മുദ്രാവാക്യം വിളിപ്പിക്കുന്നു, വേറെ ലോകത്തിലേക്ക് കൊണ്ടുപോകുന്നു. അങ്ങനെ ഇവർ പ്രതികരിക്കാതെ ജീവിക്കുന്നു. ബെസ്റ്റ്. ഇത്രയും നശിച്ച ഒരു രാജ്യത്ത് എന്തെങ്കിലുമൊക്കെ പുതിയ പദ്ധതികൾ കൊണ്ടുവന്ന് രക്ഷപ്പെടുത്താൻ ശ്രമം വേണം. അതും ചെയ്യുന്നില്ല. നേതാക്കന്മാരെല്ലാം ദന്തഗോപുരത്തിലാണ്, ജനങ്ങൾ കഷ്ടപ്പെട്ട് ജീവിക്കുന്നത്. അധികം നാളെ ആളുകളെ ചതിക്കാൻ പറ്റില്ല. എന്നെങ്കിലും ഇതിനൊരു അറുതി വരും. ആഹാരം വാങ്ങിക്കാനുള്ള ക്യൂ, കണ്ണു തുറന്ന് കാണുക സഹാക്കളെ, ഫുഡിനുള്ള ക്യൂ ആണ്. സോഷ്യലിസ്റ്റൊക്കെ പിന്താങ്ങുന്നവർ കാണേണ്ട കാഴ്ചയാണ്. ഈ ഒരു നൂറ്റാണ്ടിൽ പോലും ഭക്ഷണത്തിന് വേണ്ടി ആൾക്കാർ ക്യൂ നിൽക്കുന്നത്. കഷ്ടം തന്നെ മുരളി, കഷ്ടം തന്നെ. കാര്യമത് സത്യമാണെങ്കിലും എനിക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ? കുബേരയുടെ മരണാനന്തരം ഫിഡൽ നടത്തിയ ഒരു പ്രസംഗത്തിൽ സൂചിപ്പിക്കുന്നുണ്ട്, ഞങ്ങൾക്ക് അണുവായുധങ്ങളുടെ കരുത്തില്ല, ഞങ്ങൾക്ക് ബോംബർ വിമാനങ്ങളുടെ ശക്തിയില്ല, ഞങ്ങൾക്ക് ജൈവ രാസായുധങ്ങളുടെ പ്രകടശേഷിയുള്ള ശേഖരമില്ല, ഞങ്ങൾക്ക് എന്ത് ശേഖരമുണ്ട് എന്ന് ചോദിച്ചാൽ ലോകമെമ്പാടും മാതൃകയാക്കാൻ കഴിയുന്ന ആരോഗ്യത്തിന്റെ വിദ്യാഭ്യാസത്തിന്റെ ആഗോള മാതൃകയുടെ പേരാണ് ക്യൂബ.